മലപ്പുറം അരീക്കോട് വാലിലാപ്പുഴയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതായി ആക്ഷേപം. ക്വാറിയുടെ അശാസ്ത്രീയമായ പ്രവർത്തനം മൂലം സമീപത്തെ നിരവധി വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ക്വാറിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം 29-ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കത്ത് നൽകിയിട്ടും ക്വാറി യഥേഷ്ടം പ്രവർത്തിക്കുന്നുവെന്നാണ് പരാതി. 29-ാം തീയതി വൈകുന്നേരം 4:48-നാണ് അവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത്. എന്നാൽ ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷം 3 ദിവസം അവധിയാണെന്ന് ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം ജിയോളജിക്ക്. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ഇവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കൊടുക്കാനുണ്ടായ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദിവസങ്ങളിലും നമുക്ക് വീട്ടിലിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. അതിശക്തമായിട്ടുള്ള അറ്റ് എ ടൈമിൽ ഒരു 20-25 പൊട്ടിക്കലാണ് അവർ പൊട്ടിക്കുന്നത് ഒരൊറ്റ നേരം. അത് ഞങ്ങളെ വീടിന് ഭയങ്കരമായിട്ട് വിള്ളൽ, ഈ 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വിള്ളലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചതോടെ സാധാരണയിലും കൂടുതലായി പാറ പൊട്ടിക്കുന്നതായാണ് ആക്ഷേപം. 29-ന് ശേഷം അവര് 30, 1, 2 ഇന്ന് വരെ ഈ ക്രഷറിന് നിരന്തരം പറഞ്ഞാൽ തൃശ്ശൂർ പൂരം മാതിരിയിലെ പൊട്ടിക്കുന്നത്. അത് അവർക്ക് ഏകദേശം ഈ ഐഡിയ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ്. കാരണം ഇനി ഇത് നടപ്പിലാക്കാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ അവർ തുടർച്ചയായിട്ട് ഇനി പരിസരത്തുള്ള വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നാലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവരിത് പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇവർക്ക് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ക്വാറിയിൽ നിന്ന് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ മലിനജലം ഒഴുക്കിവിടുന്നതായും നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മീഡിയ 1 മലപ്പുറം.